കുംഭമേളയിലെ സുന്ദരി മൊണാലിസ. പക്ഷേ മൊണാലിസ നമ്മൾ വിചാരിക്കുന്ന ഒരു നിസ്സാര പുള്ളിയല്ല എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്തേക്ക് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് സംശയം. ഉണ്ട്. ഒരുപാട് ദുരൂഹതകൾ മൊണാലിസയ്ക്ക് പിന്നാലെയുണ്ട്. മൊണാലിസ ചുമ്മാതല്ല പ്രയാഗ്രാജിലെത്തിയത്. 144 വർഷത്തിന് ശേഷം നടക്കുന്ന മഹാകുംഭമേളയിൽ ഒരു പെൺകുട്ടി വൈറലായി എങ്കിൽ അതിന് പിന്നിൽ അവളെ വൈറലാക്കണമെന്ന് ആഗ്രഹിച്ച പലരുമുണ്ട്. എന്തിനൊറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഇത്രയും ഒരു ദിവസം തന്നെ 3.5 കോടിയിലധികം ആളുകൾ വരുന്ന ഒരു മഹാകുംഭമേളയ്ക്ക് എത്തിയത് എന്തിന്? ഒറ്റയ്ക്കല്ല അവൾ വന്നത്, പിന്നിൽ പലരുമുണ്ട്. അവൾ റഷ്യയുടെ ചാരസുന്ദരിയല്ല, അവൾ പാകിസ്ഥാൻ്റെ ചാരത്തിയാണ്. അതായത് ഇന്ത്യയുടെ ശത്രു, ഞങ്ങളുടെ ശത്രു എന്ന് പാകിസ്ഥാൻ എപ്പോഴും പറയുന്ന ഇന്ത്യയിലെ മഹാകുംഭമേള തകർക്കാനായി പാകിസ്ഥാൻ വളരെ തന്ത്രപൂർവം പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരു ചാര സുന്ദരി. ഗോതമ്പ് കതിരിൻ്റെ നിറമുള്ള ചാരക്കണ്ണുകളുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു ചാരസുന്ദരി. അവളുടെ പുറകെയാണിപ്പോൾ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നത്. അവൾ ആരാണ് എന്നറിയാൻ. ഇൻഡോറിലുള്ള ഒരു പെൺകുട്ടി എന്നതിനപ്പുറം, ഒരു നാടോടി പെൺകുട്ടി എന്നതിനപ്പുറം അവളെക്കുറിച്ച് മറ്റൊന്നും ഒരാൾക്കും അറിയില്ല എന്നുള്ളതാണ്. അവൾ വന്നത് ഇന്ത്യയെ തകർക്കാനാണ്. ഇന്ത്യയെ തകർക്കുക, പ്രയാഗ്രാജിലെ മഹാകുംഭമേള തകർക്കുക, കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ വെച്ച് പന്താടുക. എന്താ ചെയ്യല്ലേ എന്റെ പൊന്നെ, ഞാൻ ഇത്രയും കൂടുതൽ എന്നെ കൊണ്ട് പറ്റില്ല പ്രേക്ഷകര്. സത്യത്തിൽ ഇന്നലെ കണ്ട ഒരു കമന്റ് ആണ് ഗൂഢാലോചന സിദ്ധാന്തം. ഇന്ത്യയെ തകർക്കാനായി പാകിസ്ഥാനികൾ പറഞ്ഞു വിട്ട പണ്ട് റഷ്യയൊക്കെ അയച്ചതുപോലെ ചാരസുന്ദരിയുടെ, പണ്ട് നമ്പി നാരായണന്റെ വിഷയത്തിൽ മറിയം റഷീദ് ചാരസുന്ദരി പോലെ പ്രയാഗ്രാജിലെ കുംഭമേള തകർക്കാനായി പാകിസ്ഥാൻ മാത്രമല്ല, ഇനി ഇറാൻ വരും, ഇനി ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾ വേണമെങ്കിൽ ചൈന അയച്ചെന്ന് പറയും, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ വേണമെങ്കിൽ ട്രംപ് അധികാരത്തിലേറുന്നതിന് മുന്നേ പറഞ്ഞു വെച്ചിട്ട് ട്രംപ് വിട്ടതാണെന്ന് വരെ പറയും. ഓ എൻ്റെ അമ്മയെ, ഞാനിത് വായിച്ച് ഞാൻ ഇന്നലെ സത്യത്തിൽ ചിരിച്ച്. സംഭവം അതല്ല, ഈ ചാരസുന്ദരി എന്ന് പറയുന്നുണ്ട് പല മാധ്യമങ്ങളും ഉൾപ്പെടെ പറഞ്ഞു. ചാരസുന്ദരി എന്ന് ഉദ്ദേശിച്ചത് ഗോതമ്പ് കതിരിന്റെ നിറമുള്ള ചാര നിറത്തിലുള്ള സുന്ദരി എന്നുള്ളതാണ്. ചാരക്കണ്ണുകളുള്ള സുന്ദരി. ഇത് കണ്ടയാൾ ഇത് ചാരസുന്ദരിയാണ്, പാകിസ്ഥാന് തന്നെ ചാരയാണ്. ഇത് തുടങ്ങിയിട്ട് ഇന്ത്യയെ ആക്രമിക്കാനും പ്രയാഗ്രാജിലെ കുംഭമേള അട്ടിമറിക്കാനും വേണ്ടി എത്തിയ ഒരു തീവ്രവാദിനിയായി, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വിലക്കെടുത്ത ചാരസുന്ദരിയായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് നാഷണാലിറ്റി അല്ലെങ്കിൽ ദേശീയ സുരക്ഷയൊക്കെ പറ്റി നമുക്ക് ആശങ്കയൊക്കെ ഉണ്ടാവും. നമ്മൾ യഥാർത്ഥ ചാരന്മാരെ പറ്റിയും പിന്നെ ചാരവനിതകളെ പറ്റിയും ഒക്കെ നിരന്തരമായി സംസാരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു ഇന്ത്യയുടെ മനോഹാരിത വിളിച്ചു പോകുന്നു. എനിക്ക് തോന്നുന്നു ഇത്തരം കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഇത്തരം സ്ത്രീകളൊക്കെ പൊതുമധ്യത്തിലേക്ക് എത്തുന്നത് വളരെ കുറവാണ്. ഈ ലോകസുന്ദരി പട്ടം കിട്ടുന്നവരെങ്ങനെയാണ്? ഈ വേദിയിലേക്ക് എത്തിപ്പെടുന്നവർക്കാണ് ലോകസുന്ദരി പട്ടം കിട്ടുന്നത്. അതല്ലാത്ത ലോകസുന്ദരികൾ ഇഷ്ടംപോലെ ഈ സമൂഹത്തിൻ്റെ ഉള്ളിലുണ്ട് എന്ന് കാണിച്ചു തരുന്നതാണ് ഈ മൊണാലിസയുടെ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് മൊണാലിസമാർ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ത്യയിലെന്നല്ല, ഒരുപാട് രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് ഈ പറയുന്നത് പോലെ എന്താണ്, പെട്ടെന്ന് തന്നെ അവിടെ തീവ്രവാദി അല്ലെങ്കിൽ അവിടെ ഈ ചാരസുന്ദരി അല്ലെങ്കിൽ പ്രയാഗ്രാജിനെ അട്ടിമറിക്കാനായി, അതെ, ഇവിടെ അട്ടിമറിക്കാനായി. ഇനി പിന്നെ ഏതോ പന്തലിൽ പിന്നെ ഇത് പൊട്ടിത്തെറിച്ച് പിന്നെ കുറേ നാശനഷ്ടങ്ങൾ, അത് വേണമെങ്കിൽ ഈ കുട്ടി ചെയ്തതാണെന്ന് വരെ പറയും. അതിലേക്ക് വരെ കാര്യങ്ങളെത്തി. എന്തായാലും മുഖംമൂടി ധരിച്ച് മുഖം മറച്ചുകൊണ്ട് അവൾ അല്ല എന്നറിയിച്ച് അവൾ ജീവിക്കാൻ ശ്രമിച്ചു. പക്ഷെ അതും നടന്നില്ല. ശല്യം ചെയ്ത് അവളുടെ ഉപജീവന മാർഗത്തെ വരെ ബുദ്ധിമുട്ടിച്ച് അവളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാതെ വന്നപ്പോൾ അവൾക്ക് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു. വളരെ സാമ്പത്തികം കുറഞ്ഞ
രീതിയിൽ ജീവിക്കുന്ന ഒരു കുടുംബമാണ് അവരുടേത്. ഇന്നലെ തന്നെ പാർത്തൻ പറഞ്ഞതുപോലെ നാടോടി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. അവർ ജീവിക്കുന്നത് ഇത്തരത്തിൽ ചെറു കച്ചവടങ്ങളൊക്കെ നടത്തിയാണ് ആ പെൺകുട്ടി ജീവിക്കുന്നത്. അവളുടെ ഭംഗി കണ്ട് അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഇവിടെ എന്താ പറയുക, പിന്നെ സംവിധായകന്മാരുണ്ട്, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഈ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്നവരുണ്ട്. ഏത് തരത്തിലും അവളുടെ സൗന്ദര്യത്തെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന നല്ല സംവിധായകർ ഇവിടെ ഉണ്ട്. അഭിനയം കഴിവും കൂടി അവൾക്കുണ്ട് എങ്കിൽ, സൗന്ദര്യം മാത്രമല്ലല്ലോ, അഭിനയിക്കാനുള്ള കഴിവും ഒക്കെ വേണം. അപ്പോൾ അത്തരത്തിലുള്ളവർ അവളെ തേടി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആ മേഖലയിലേക്ക് പോകണമെന്ന് അവൾക്കും കൂടി അവളുടെ വീട്ടുകാർക്കും കൂടി താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും മൊണാലിസ അതിലേക്ക് തന്നെ പോകട്ടെ. പക്ഷേ അതുവരെ അവർക്ക് ജീവിക്കണ്ടേ, അവർക്ക് ആഹാരം കഴിക്കണ്ടേ, വസ്ത്രം ഉടുക്കണ്ടേ, അവരുടെ കാര്യങ്ങൾ ചെയ്യണ്ടേ. ആ ചിലപ്പോൾ നല്ല മിടുക്കിയായി പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നായിരിക്കാം, നമുക്കറിയില്ല അവളുടെ ചുറ്റുപാട് എന്താണെന്ന്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠനം നിർത്തി കുടുംബത്തെ പോറ്റാനായി ഈ ഒരു ദിവസം 3.5 കോടി ആളുകൾ പങ്കെടുക്കുന്ന ഒരു മേളയിലേക്ക് അവൾ വരുന്നുണ്ട്. ഈ മാല വിൽക്കാനായി അവൾ വരുന്നുണ്ടെങ്കിൽ അവളുടെ ജീവിത സാഹചര്യം എത്രമാത്രം മോശമാണ് എന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകില്ലേ. അപ്പം അവളെ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയ യൂട്യൂബറിനൊക്കെ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. ലോകം തിരയുകയാണ്. ആ വീഡിയോ ഒരുപാട് പേർ കണ്ടു. അവളുടെ ജീവിതം മാറി മറിയട്ടെ. കുംഭമേളയൊക്കെ അധിക്ഷേപിക്കുന്നവർക്കൊക്കെ ഒരു പാഠമായി മാറാൻ മൊണാലിസയ്ക്ക് കഴിയട്ടെ. അവളുടെ ജീവിതം മാറി മറിയട്ടെ. അവൾ നല്ല രീതിയിൽ ജീവിതം ആസ്വദിച്ച്, ഈ പ്രായത്തിലുള്ള കുട്ടികൾ എന്താ പറയുക, ജീവിതം ആസ്വദിച്ച് നടക്കുമ്പോൾ ഐഫോൺ വാങ്ങിക്കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് നിലവിളിക്കുന്ന പിള്ളേരുണ്ട്. ന്യൂജൻ എന്ന് പറയുന്ന വിഭാഗം വൈകിട്ടുകളിൽ തട്ടുകടകളിലോ അല്ലെങ്കിൽ മറ്റ് ഹോട്ടലുകളിലോ ചെന്നിരുന്ന് തമാശ പറഞ്ഞ് ചിരിച്ച് സമയം കളയുന്ന ഈ പ്രായത്തിലുള്ള ജനറേഷനുണ്ട്. അപ്പോൾ അവർക്കിടയിലൊക്കെ വ്യത്യസ്തയാണ് ഇത്തരം പെൺകുട്ടികൾ. അവരൊക്കെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, റോഡ് സൈഡിൽ പിന്നെ എന്താ ചായ വിറ്റ് ജീവിക്കുന്നവർ. ഒരു നിയമ വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ബെറോട്ട അടിച്ച് അമ്മയുടെ ഒപ്പം നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ട്. അപ്പം ഇവർക്കൊക്കെ ജീവിതമാണ് അവരുടെയൊക്കെ മുന്നിലെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നോടൊപ്പമുള്ളവർക്കും നാളെ ആഹാരം കൊടുക്കണം, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹം. അതിനവർ റഷ്യയുടെ ചാരസുന്ദരിയാണ്, ഇറാൻ്റെ ചാരസുന്ദരിയാണ്. ചാരമെന്ന് ഉദ്ദേശിക്കുന്നത് ആ പെൺകുട്ടിയുടെ കണ്ണുകൾ ചാര നിറമാണ്, അവളുടെ മുഖം ഗോതമ്പിൻ്റെ കതിരിൻ്റെ ആ ഒരു ചാര നിറമാണ്. അല്ലാതെ അവൾ പാകിസ്ഥാൻ്റെ ചാരത്തിയാണെന്നോ ഇറാൻ്റെ ആണെന്നോ അമേരിക്കയുടെ ആണെന്നോ ഓസ്ട്രേലിയയുടെ ആണെന്നോ റഷ്യയുടെ ആണെന്നോ ചൈനയുടെ ആണെന്നല്ല. ഇത്തരം പൊട്ട കമൻറ്റുകൾ വിഡ്ഢിത്വം പറയുന്നവരോടൊന്നും പറയാനില്ല. കാരണം അവർ ഇതല്ല ഇതിനപ്പുറവും പറയും. അല്ല, അതിലെ വേറൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രേക്ഷകരൊക്കെ ചോദിക്കും, ഒരാളൊരു കമൻറ്റ് ഇട്ടതിന് നിങ്ങൾ എന്തിനാണ് ഈ കമൻ്റ് എടുത്ത് ചർച്ച ചെയ്യുന്നതെന്ന് ചോദിക്കും. അതൊരു പ്രധാന കാര്യമുണ്ട്. കാരണം ഇങ്ങനത്തെ കമൻറ്റുകൾ ഒരു 1, 2, 3 പേരിട്ടാൽ അത് സ്പ്രെഡാവും. അതൊരു എന്താണ്, പെൺകുട്ടിയുടെ ജീവന് തന്നെ ചിലപ്പോൾ ഭീഷണിയാവും. അത് ഈ പറയുന്ന പോലെ അതൊരു ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്കും ആ കുട്ടി വേറൊരു രീതിയിലേക്കാണ് എന്നൊക്കെ ഇങ്ങ് പറഞ്ഞ് പരത്തപ്പെടും. ഇങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ചിന്താഗതിയെ ആദ്യം മാറ്റേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാനുള്ള സമയമായി. ഈ പ്രയാഗ്രാജിലൂടെ ഈ വീഡിയോകളൊക്കെ വന്നതിന് ശേഷം ആ കുട്ടിക്ക് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് പറഞ്ഞല്ലോ. മാസ്ക് ഇട്ട് നടന്നിട്ട് പോലും അവളുടെ പുറകെ നടക്കുക, അവളുടെ പുറകെ പോയി ശല്യപ്പെടുത്തുക, വീഡിയോ എടുക്കാൻ ശ്രമിക്കുക, മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കേണ്ട സ്ഥിതി മൊണാലിസയ്ക്ക് വരുന്നു. അതുപോലെ തന്നെ അവളെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്ന സമയത്ത് സന്യാസിമാരാണ് ഇടപെട്ട് അവരെ അടിച്ചോടിച്ചത്. അങ്ങനെ അവർക്ക് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വരുന്നു. ഈ രീതിയിലൊക്കെ നമ്മുടെ സമൂഹം മാറുന്നു എന്നുള്ളതും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ആ കുട്ടിക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ. ആ കുട്ടിയുടെ സൗന്ദര്യം, അത് എന്താ പറയുക, സൗന്ദര്യം എന്ന് പറയുന്നത് നിറത്തിലോ മറ്റു കാര്യത്തിലോ അല്ല, ആ ഒരു ഭംഗിയുണ്ട്. ആ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ തന്നെ അഭിമാനമാണ്. ഇത്തരം നമ്മുടെ നാരികളെ പൂജിക്കുന്ന, സ്ത്രീകളെ പൂജിക്കുന്ന ഒരു നാട് കൂടിയാണ് നമ്മുടേത്. ഭാരതമാതാവ് എന്നാണ് നമ്മൾ പലപ്പോഴും പറയുക. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ പുതിയ ഇത്തരം ആളുകളൊക്കെ ഇങ്ങനെയുണ്ട് എന്നതുകൂടി മറ്റുള്ള മനുഷ്യന്മാർക്കൊരു സന്ദേശമാണ്. എന്തായാലും നല്ലത് വരട്ടെ. അല്ല, മൊണാലിസ എന്ന പേര് ആയതുകൊണ്ട് നമുക്ക് ആരും മറ്റു രീതിയിൽ അവളെ ചിന്തിക്കണ്ട.